ശബരിമല മണ്ഡലകാലത്ത് ശാന്തിമാരും ദേവസ്വം ജീവനക്കാരും നടത്തിയത് കോടികളുടെ ഇടപാടുകളെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. 2025 നവംബർ 17 മുതൽ ഡിസംബർ 31 വരെ സന്നിധാനത്തെ SBI ബ്രാഞ്ചിൽ മാളികപ്പുറം മേൽശാന്തി നിക്ഷേപിച്ചത് 46.51 ലക്ഷം രൂപ. സഹായി നടത്തിയത് 1.17 ലക്ഷത്തിന്റെ ഇടപാട്. ഇക്കാലയളവിൽ 8 കോടിയിൽ പരം രൂപയുടെ 1667 ഇടപാടുകൾ നടന്നെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഈ ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് മണ്ഡലകാലം എത്തുന്നത്. ആ മണ്ഡലകാലത്തും ഇത്തരത്തിൽ കോടികളുടെ ഇടപാടുകൾ നടത്തുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തുമ്പോൾ അതിൽ എന്താണ് അഴിമതിയുള്ളതായി കണ്ടെത്തുന്നത്, മനസ്സിലാക്കുന്നത് ഷബ്ന? സ്വാതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദം കത്തി നിൽക്കുകയാണ്. ഇത്തരത്തിൽ മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് കൂടി പുറത്തു വരുന്നത്. ശബരിമല മണ്ഡലകാലത്ത് ശാന്തിമാരും അതോടൊപ്പം തന്നെ ദേവസ്വം ജീവനക്കാരും കോടികളുടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് ഇടപാട് നടത്തി എന്ന റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ മാളികപ്പുറം മേൽശാന്തി 2025 നവംബർ 17 മുതൽ ഡിസംബർ 31 വരെ സന്നിധാനത്തെ SBI ബ്രാഞ്ചിൽ നിക്ഷേപിച്ചത് 46 ലക്ഷം രൂപയാണ്. സഹായി 1.25 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തി എന്നാണ് റിപ്പോർട്ട്. ദക്ഷിണ കിട്ടിയ പണമാണ് എന്നാണ് ഇവർ വിജിലൻസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ SBI സന്നിധാനം ബ്രാഞ്ചിൽ ഇക്കാലയളവിൽ 8 കോടിയുടെ ഇടപാട് നടന്നു. 1667 ഇടപാടുകൾ ശാന്തിക്കാരും ഹോട്ടലുകാരും ചേർന്ന് നടത്തി എന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ധനലക്ഷ്മി ബാങ്കിൽ 941 ഇടപാടുകളിലായി 14.45 കോടി ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് ഈ ബാങ്കിൽ. മേൽശാന്തി, ശാന്തിക്കാർ, ദിവസക്കൂലിക്കാർ, കുത്തകപ്പാട്ടക്കാർ തുടങ്ങി 18 അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ പണമിടപാട് നടന്നത്. ഇതിൽ ചിലർ ആടിയ ശിഷ്ടമായ വിൽപ്പന ക്രമക്കേടിലെ പ്രതികളാണ് എന്നും കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴി 14 ലക്ഷം രൂപയുടെ മണി ഓർഡർ അയച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദിവസക്കൂലിക്കാർ, ശുചീകരണക്കാർ, കടയുടമകൾ തുടങ്ങി 16 പേരാണ് ഈ പോസ്റ്റ് ഓഫീസ് വഴി പൈസ അയച്ചത് എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ പരിശോധിക്കാനുണ്ടായ കാരണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യ വിവരം കിട്ടിയിരുന്നു. ഈ മണ്ഡലകാലത്ത് പോസ്റ്റ് ഓഫീസ് വഴി അനധികൃതമായി പണമിടപാട് നടക്കുന്നു എന്നത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം പണം ദുരുപയോഗം തടയാനുള്ള മാർഗങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നാളെ തന്നെ സമർപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും കോടതി ഇതിൽ ശക്തമായി തന്നെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ തന്നെ ഗൗരവമായി വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നു. ദേവസ്വത്തിനോട് കൃത്യമായ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി ഷബ്ന, എന്തായാലും വിജിലൻസിന്റെ കൃത്യമായ നിരീക്ഷണത്തോടെ ആയിരുന്നു ഈ കഴിഞ്ഞ മണ്ഡലകാലം പൂർത്തിയായത്. എന്നാൽ അവിടെ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക്, കൂടുതൽ കണ്ടെത്തലുകൾക്കൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ആ വിവരങ്ങളാണ് ഷബ്ന നൽകിയത്.